2. ശ്രീനാരായണ ഗുരു 1856 1928. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ മുഖ്യ പങ്കുവഹിച്ച മഹാനായ യോഗിയും സാമൂഹ്യ പരിഷ്കർത്താവും കവിയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ സ്ഥാപകനുമാണ് ശ്രീനാരായണ ഗുരു. ഇദ്ദേഹം മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ചരിത്രപരമായ പരിഷ്കരണ പ്രക്രിയകളാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ജനപിന്തുണ നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഘടകം. നാരായണ ഗുരു 1856 ആഗസ്റ്റ് 20 തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിൽ ജനിച്ചു. പുരാണ പാരായണ തൽപരനും പണ്ഡിതനുമായ പിതാവ് മാടൻ ആശാനിൽ നിന്ന് പ്രാഥമികമായ അറിവ് സമ്പാദിച്ചു. തുടർന്ന് മലയാളം, തമിഴ് ഭാഷകളും കാവ്യ, വ്യാകരണ, നാടക, അലങ്കാരാദികളും അഭ്യസിച്ചു. ഉപരിപഠനം ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു. 30-ാം വയസ്സിൽ ഗുരു അവധൂത വൃത്തി ആരംഭിച്ചു. 1882 വിവാഹിതനായി. തൈക്കാട്ട് അയ്യാവ്, ചട്ടമ്പിസ്വാമികൾ എന്നിവരുമായി പരിചയത്തിലായ ഗുരു 1884 മുതൽ നെയ്യാർ തീരത്തുള്ള അരുവിപ്പുറം ഗുഹയിൽ ഏകാന്തവാസം ആരംഭിച്ചു. 1888 പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അരങ്ങേറിയത്. 1903 ജനുവരി 7 SNDP യോഗത്തിൻ്റെ സ്ഥാപനം. 1928 ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തു. 1911 തെക്കേ ഇന്ത്യ മുഴുവൻ പര്യടനം ചെയ്ത ഇദ്ദേഹം 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തി. 1914 ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1916 മദ്രാസിൽ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. 1922 മഹാകവി രവീന്ദ്രനാഥ ടാഗോറും 1925 ഗാന്ധിജിയും ഗുരുവിനെ സന്ദർശിച്ചു. പരിഷ്കർത്താക്കളിൽ പ്രഥമഗണനീയനായ ഇദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ ജീവിതകാലം മുഴുവൻ പൊരുതി. തൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു അനുയായികൾക്ക് പ്രചോദനം നൽകി. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി പൊരുതിയ അദ്ദേഹം 100ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിലാണ്: വിദ്യാഭ്യാസത്തിൽ. ചിജ്ജട ചിന്തനം, ദൈവചിന്തനം, വിനായകസ്തവം, ഗുഹാഷ്ടകം, ഭദ്രകാളിഷ്ടകം, കുണ്ടലിനീപ്പാട്ട്, ബ്രഹ്മവിദ്യാ പഞ്ചകം, അദ്വൈത ദീപിക, ആത്മോപദേശ ശതകം, ദൈവശകം, അനുകമ്പാദശകം, നിർവൃതി പഞ്ചകം തുടങ്ങിയവയാണ് ഗുരുവിൻ്റെ മുഖ്യ കൃതികൾ. 1928 ജനുവരിയിൽ അസുഖബാധിതനായ നാരായണ ഗുരു സെപ്റ്റംബർ 20 ഇഹലോകവാസം വെടിഞ്ഞു.